ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മുന്നേ ഞാൻ ചിക്കൻ മക്ലൂബയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ചിക്കൻ ചേർക്കാതെ മക്ലൂബ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് അതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. ഇന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ ചിക്കൻ ചേർത്തിട്ടുള്ളതിനേക്കാളും കൂടുതൽ ചിക്കൻ ചേർക്കാത്ത ഇന്ന് കാണിക്കാൻ പോകുന്ന മക്ലൂബയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. രണ്ടും അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഒരു മെത്തേഡാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് സൈഡ് ഡിഷ് വേറെ ഉണ്ടാക്കലാണ് പതിവ്. ശരിക്കും പറഞ്ഞാൽ സൈഡ് ഡിഷൊന്നും ആവശ്യമില്ലാതെ തന്നെ റൈസ് മാത്രം നമുക്ക് ഇഷ്ടത്തോടു കൂടെ കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ മച്ബൂസും കപ്സയും ഒക്കെ ചിക്കൻ ചേർത്തിട്ട് തന്നെയല്ലേ റൈസ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് നിങ്ങൾ ചിക്കൻ ചേർക്കാതെ മക്ലൂബ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ചെയ്യുന്നതിൻ്റെ അത്രയും നല്ലൊരു ഫ്ലേവറാണ് ഇതിൻ്റെ റൈസിനുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് ആദ്യം ഇതിന് വേണ്ട വെജിറ്റബിൾസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ 4 കപ്പ് അരിയിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ട വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റും, ഒരു ഉരുളൻകിഴങ്ങ്, 2 ക്യാപ്സിക്കം, 2 വഴുതനങ്ങ, ഒരു കോളിഫ്ലവർ ഇവയാണ്. പിന്നെ കാബേജിൽ നിന്ന് കുറച്ച് നമുക്ക് വേണം, പക്ഷേ കാബേജ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ക്യാരറ്റ് ഉരുളൻകിഴങ്ങാണ് ഫ്രൈ ചെയ്യുന്നത്. ഈ ഒരു വലുപ്പത്തിൽ, അതായത് നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്ന അത്ര വലുപ്പത്തിലാണ് നമുക്ക് എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്യേണ്ടത്. അത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാം. ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായാൽ നമുക്ക് ആദ്യം ക്യാരറ്റ് ഉരുളൻകിഴങ്ങ് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങയും കോളിഫ്ലവറും ഫ്രൈ ചെയ്യുമ്പോൾ ധാരാളം ഓയിൽ കുടിക്കും. അതുകൊണ്ട് അത് രണ്ടും നമുക്ക് ലാസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി. കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം വെള്ളം നന്നായി വാർത്തിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ഇതിൽ ഏത് വെജിറ്റബിൾ ആണോ കൂടുതൽ ഇഷ്ടം അത് കൂടുതൽ ചേർക്കാം. എനിക്ക് ഈ റൈസിൽ ക്യാപ്സിക്കം, കോളിഫ്ലവർ, വഴുതനങ്ങ ഇവിടെയൊക്കെ ഫ്ലേവറാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് 3 ഞാൻ കൂടുതൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് വെജിറ്റബിൾസ് ചേർക്കുക. ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു വലിയ പാത്രത്തിൽ നമുക്ക് ക്യാബേജ് ഓരോ ലെയറായി എടുത്തിട്ട് പാത്രത്തിൻ്റെ അടിഭാഗം ഫുൾ കവറാവുന്ന തരത്തിൽ പരത്തി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. നോർമൽ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ സെല്ല റൈസാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സെല്ല റൈസ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാറില്ല. 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത്, ഒരു കറുവപ്പട്ട, ഒരു കരിയാമ്പു, ഒരു ഏലക്കായ, 2 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം. റൈസിലെ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് റൈസും വെജിറ്റബിൾസും എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം. 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ മൂടി തുറന്ന് നല്ലപോലെ മിക്സാക്കി സെർവ് ചെയ്യാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഈ റൈസിന്. തീർച്ചയായും ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് തോന്നിയിട്ടുള്ളത് ചിക്കൻ ചേർത്തിട്ടുള്ള മക്ലൂബയിൽ അതിൻ്റെ മസാലയും ഒക്കെ വരുന്നത് കൊണ്ട് ഇത്ര തന്നെ റൈസിന് വെജിറ്റബിൾസിൻ്റെ ഒന്നും ഫ്ലേവർ കിട്ടില്ലെന്നാണ്. എന്തായാലും 2 മെത്തേഡിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
ചിക്കൻ മക്ലൂബയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തേക്കണേ. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും. കുത്തണ് 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 ഹേയ് കുത്തല്ലേ കരിയണം.